ICSE 10ാം ക്ലാസ് അതോടൊപ്പം തന്നെ 12ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ ഇന്ന് അറിയാൻ സാധിക്കും. ഇന്ന് രാവിലെ 12 മണിക്ക് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കും. CISE.org results.CISE.org എന്നീ വെബ്സൈറ്റുകളിൽ ആണ് ഫലം അറിയാൻ സാധിക്കുന്നത്. ഇതിനു പുറമെ ഡിജി ലോക്കർ ആപ്പിലും വെബ്സൈറ്റിലും ഫലം ലഭ്യമാകും. വാർത്താരംഭം ഇനി ലോക വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ബ്രസീലിൽ കനത്ത മഴ, അതേ തുടർന്നുണ്ടായ പ്രളയം, അത് നിരവധി ജീവനുകൾ ആണ് അപഹരിച്ചത്. ഇതിനോടകം തന്നെ മരണപ്പെട്ടവരുടെ എണ്ണം 100 കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം 100-ലധികം പേരെ കാണാതായിട്ടുമുണ്ട്. 1 ലക്ഷത്തിലധികം ആളുകളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിൽ തിരിച്ചടി ആകുന്നു എന്നതാണ് വിവരം. അതോടൊപ്പം തന്നെ ഈ സഞ്ചാര സൗകര്യം തകർന്നതോടുകൂടി അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ പല മേഖലകളിലേക്കും എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം ആണ് ഉള്ളത്. പോർട്ടോ അലഗ്രയിലെ വെള്ളപ്പൊക്കത്തെ പെട്രോൾ പമ്പിൽ സ്ഫോടനം ഉണ്ടായി. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. നദിയുടെ വെള്ളത്തിൻ്റെ ഉയരം 5 മീറ്ററിൽ അധികം പൊടുന്നനെ ഉയർന്നത് ഉൾപ്പെടെ ആണ് ബ്രസീലിലെ ജനങ്ങളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. 1 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ഇപ്പോഴത്തെ പ്രളയം പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് തെക്ക് കിഴക്കൻ ടെക്സസിൽ ശക്തമായ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കാറിൽ ഇരുന്ന കുട്ടി ആണ്. കാർ വെള്ളക്കെട്ടിൽപ്പെടുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പോക്, മോണ്ടഗമി, ലിബർട്ടി, ഹാരിസ് കൗണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എല്ലാം തന്നെ വ്യാപകമായ വെള്ളപ്പൊക്കം ആണ് ഉള്ളത്. കനത്ത മഴ തുടരുന്നതിനാൽ ഈ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിന് കാലതാമസം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും പ്രദേശത്ത് നിന്ന് 100 കണക്കിന് ആളുകളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ശക്തമായ കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട്. വീടുകൾ, നിരവധി കെട്ടിടങ്ങൾ, വാഹനങ്ങൾ എന്നിവയെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.